ഫ്രീ വീഡിയോ ക്ലാസുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ടാലന്റ് അക്കാഡമിയിലെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കുന്നത് കെമിസ്ട്രിയാണ്. കെമിസ്ട്രിയിലെ ആസിഡ് ആൻഡ് ബേസസ് ഈ ഒരു ടോപ്പിക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. നമ്മൾ ആസിഡ് ആൻഡ് ബേസുകളുടെ കുറച്ച് ടോപ്പിക്കാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് 2 എക്സാമാണ് ഇനി വരുന്നത്. 2 എക്സാമാണ് പ്രധാനമായിട്ടും വരുന്നത്. ഒന്ന് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാം വരുന്നുണ്ട്. അതുപോലെ തന്നെ VO, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റും VOയും എന്ന 2 എക്സാംസ് ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ 2 എക്സാമിനും ആസിഡ് ആൻഡ് ബേസസ് എന്ന ടോപ്പിക്കിൽ നിന്ന് ചോദിക്കാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസിനെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പഠിക്കുന്ന പറഞ്ഞു, ആസിഡ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ആസിഡ്സ്. അപ്പോൾ ആസിഡിൽ വളരെ ഫേമസ് ആയ കുറച്ച് ആസിഡുകൾ ഉണ്ടാകും. ഒന്ന് നമുക്ക് പറയാം H2SO4, സൾഫ്യൂരിക് ആസിഡ്. കുറേ ആസിഡ് ഉണ്ട്. ഇപ്പോൾ H2SO4 ഉണ്ട്, അതുപോലെ തന്നെ അസറ്റിക് ആസിഡ് ഉണ്ട്, നൈട്രിക് ആസിഡ് ഉണ്ട്, HCl ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അതിലൊന്നാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് H2SO4 അല്ലെങ്കിൽ ഏത്, സൾഫ്യൂരിക് ആസിഡ്. അപ്പോൾ നമുക്ക് ഈ സൾഫ്യൂരിക് ആസിഡിൽ നിന്ന് ചോദിക്കാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസിനെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ബോർഡിലേക്ക് ശ്രദ്ധിക്കാം. H2SO4 നിന്ന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ് ഒന്ന്, സൾഫ്യൂരിക് ആസിഡിന്റെ നിർമ്മാണ പ്രക്രിയ. ഓർ നമുക്ക് പറയാം മേക്കിംഗ് പ്രോസസ് ഓഫ് H2SO4. നമുക്ക് പറയാം മേക്കിംഗ് പ്രോസസ് ഓഫ് H2SO4, സൾഫ്യൂരിക് ആസിഡിന്റെ നിർമ്മാണ പ്രക്രിയ നമുക്ക് പറയാം കോണ്ടാക്ട് പ്രോസസ്. കിട്ടിയായിരുന്നോ? അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് മേക്കിംഗ് പ്രോസസ് ഓഫ് H2SO4, കോണ്ടാക്ട്, സമ്പർക്ക പ്രക്രിയ എന്ന് മലയാളത്തിൽ വിളിക്കും. സമ്പർക്ക പ്രക്രിയ, മലയാളത്തിൽ സമ്പർക്ക പ്രക്രിയ, ഇംഗ്ലീഷിൽ നമുക്ക് പറയാം കോണ്ടാക്ട് പ്രോസസ്. കിട്ടി, വലിയ പ്രശ്നമില്ല. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ, ഫാദർ ഓഫ് കോണ്ടാക്ട് പ്രോസസ്, കോണ്ടാക്ട് പ്രോസസ്സിന്റെ പിതാവാരും. ഫാദർ ഓഫ് കോണ്ടാക്ട് പ്രോസസ്സിന്റെ പിതാവാര്. സ്പെല്ലിംഗ് ബോർഡിലുണ്ട്. ഫാദർ ഓഫ് കോണ്ടാക്ട് പ്രോസസ്സിന്റെ പിതാവാര് പെരിഗ്രിൻ ഫിലിപ്സ്. സ്പെല്ലിംഗ് ബോർഡിൽ പെരിഗ്രിൻ ഫിലിപ്സ്. കോണ്ടാക്ട് പ്രോസസ്സിന്റെ പിതാവാര് സ്പെല്ലിംഗ് ബോർഡിൽ പെരിഗ്രിൻ ഫിലിപ്സ്. അപ്പൊ എങ്ങനെയൊക്കെയാണ് 2 ക്വസ്റ്റ്യൻ ആണ്. സൾഫ്യൂരിക് ആസിഡിന്റെ ഇക്വേഷൻ അറിയാലോ, H2SO4 ആണ് സൾഫ്യൂരിക് ആസിഡിന്റെ ഇക്വേഷൻ. സൾഫ്യൂരിക് ആസിഡ് H2SO4 ആണ് സൾഫ്യൂരിക് ആസിഡിന്റെ ഇക്വേഷൻ. അതിന്റെ മേക്കിംഗ് പ്രോസസ്സ് അല്ലെങ്കിൽ നിർമ്മാണ പ്രക്രിയയാണ് കോണ്ടാക്ട് പ്രോസസ്സ് അല്ലെങ്കിൽ സമ്പർക്ക പ്രക്രിയ. അതിന്റെ ഫാദർ ആണ് പെരിഗ്രിൻ ഫിലിപ്സ്. ഓക്കെ ആണോ? വീണ്ടും നമുക്കൊരു ക്വസ്റ്റ്യൻ പറയാം. ദെൻ സൾഫ്യൂരിക് ആസിഡിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഓയിൽ ഓഫ് വിട്രിയോൾ. ഇറ്റ് ഓൾസോ നോൺ ആസ് ഓയിൽ ഓഫ് വിട്രിയോൾ എന്ന് വിളിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പറയാം കിങ് ഓഫ് ആസിഡ്സ്. ഇതിനെ തന്നെ നമുക്ക് വിളിക്കാം കിങ് ഓഫ് ആസിഡ്, ആസിഡുകളുടെ രാജാവ്. വീണ്ടും നമുക്ക് അടുത്ത പോയിന്റ് പറയാം കിങ് ഓഫ് കെമിക്കൽസ്, രാസവസ്തുക്കളുടെ രാജാവ്. എങ്ങനെ കിട്ടിയോ? കിങ് ഓഫ് കെമിക്കൽസ്. അപ്പം എങ്ങനെ ഓയിൽ ഓഫ് വിട്രിയോള്, അതുപോലെ തന്നെ കിങ് ഓഫ് ആസിഡ്സ് അല്ലെങ്കിൽ ഓയിൽ ഓഫ് വിട്രിയോൾ, മലയാളത്തിലും ഇംഗ്ലീഷിലും ഓയിൽ ഓഫ് വിട്രിയോൾ തന്നെയാണ്. അടുത്ത കിങ് ഓഫ് ആസിഡ്സ് അല്ലെങ്കിൽ ആസിഡുകളുടെ രാജാവ് എന്ന് വിളിക്കുന്നു. അടുത്ത വീണ്ടും കിങ് ഓഫ് കെമിക്കൽസ് അല്ലെങ്കിൽ രാസവസ്തുക്കളുടെ രാജാവ് എന്ന് വിളിക്കുന്നു. അപ്പോൾ നമുക്ക് അത്രയും ക്വസ്റ്റ്യൻസ് നോക്കാം. H2SO4 ആണ് അല്ലെങ്കിൽ സൾഫ്യൂരിക് ആസിഡ് ആണ്. അതിന് നിർമ്മാണ പ്രക്രിയയാണ് ഏത്, കോണ്ടാക്ട് പ്രോസസ്സ് അല്ലെങ്കിൽ സമ്പർക്ക പ്രക്രിയ. അതിൻ്റെ പിതാവാണ് ആര്, പെരിഗ്രിൻ ഫിലിപ്സ്. അതിൻ്റെ മറ്റൊരു 3 വിളിപ്പേര് കൊടുത്തിട്ടുണ്ട്, നോക്കാം. ഓയിൽ ഓഫ് വിട്രിയോൾ അല്ലെങ്കിൽ ഓയിൽ ഓഫ് വിട്രിയോൾ അല്ലെങ്കിൽ മലയാളത്തിലും ഇംഗ്ലീഷിലും അങ്ങനെ തന്നെ. അതുപോലെ തന്നെ പറയാം കിങ് ഓഫ് ആസിഡ്സ് അല്ലെങ്കിൽ മലയാളത്തിൽ ആസിഡുകളുടെ രാജാവ്. അതുപോലെ തന്നെ കിങ് ഓഫ് കെമിക്കൽസ് അല്ലെങ്കിൽ രാസവസ്തുക്കളുടെ രാജാവുമാര് തന്നെ ഇതേ H2SO4. ഓക്കെയാണ്, കഴിഞ്ഞില്ല. നെക്സ്റ്റ് വീണ്ടും പറയാം. നെക്സ്റ്റ് നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ വരാം. വെഹിക്കിൾ ബാറ്ററി, വാഹനങ്ങളുടെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ്. വാഹനങ്ങളുടെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഇസ് അഗൈൻ H2SO4. വാഹനങ്ങളുടെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് നമുക്ക് പറയാം H2SO4. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഓയിൽ റിഫൈനിങ് അല്ലെങ്കിൽ റിഫൈനിങ് പ്രോസസ്സ് എന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മൾ ഈ ക്രൂഡ് ഓയിൽ ഉണ്ടല്ലോ, നമ്മൾ ഈ പെട്രോള്, ഡീസൽ തുടങ്ങിയ ഇന്ധനങ്ങൾക്ക് വേണ്ടി ആഴക്കടലിൽ പോയി ഒഴിക്കും. അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന നേരിട്ട് നമുക്ക് ഒരിക്കലും പെട്രോളോ ഡീസലോ കിട്ടില്ല. അതിന് പകരം കിട്ടുന്ന പ്രോഡക്റ്റാണ് ക്രൂഡ് ഓയിൽ. ഈ കിട്ടുന്ന ഈ ക്രൂഡ് ഓയിൽ നിന്നാണ് അതിനെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. ഈ ക്രൂഡ് ഓയിലിനെ ഏത് പ്രക്രിയ, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. ഈ ക്രൂഡ് ഓയിലിന് നമ്മൾ ഏത് പ്രക്രിയ, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്നൊരു പ്രക്രിയയുണ്ട്. ഈ പ്രക്രിയ ചെയ്തിട്ട് ഇതിനെ ഒരു സൈഡിൽ പെട്രോള്, ഒരു സൈഡിൽ ഡീസല്,
ഒരു സൈഡിൽ കെറോസിൻ, ഇങ്ങനെ ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് തിരിക്കും. ഇങ്ങനെ തിരിച്ചെടുക്കുന്ന പ്രക്രിയയാണ്. അല്ലെങ്കിൽ ക്രൂഡ് ഓയിലിൽ നിന്ന് പെട്രോൾ, ഡീസൽ, കെറോസിൻ തുടങ്ങിയ ഇന്ധനങ്ങളെ വേർതിരിച്ച് പുറത്തെടുക്കുന്ന പ്രക്രിയയാണ് ഏത്? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. ഈ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷന് വേണ്ടി സഹായിക്കുന്ന ആസിഡാണ് ഏത്? അതാണ് നമ്മൾ പറഞ്ഞത് ഓയിൽ റിഫൈനിങ് ആസിഡ്. ഓയിൽ എന്ന വാക്കിന്റെ അർത്ഥം ക്രൂഡ് ഓയിൽ, റിഫൈനിങ് ശുദ്ധീകരിക്കുക. ഏത്? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷനാണ് റിഫൈനിങ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഓയിൽ റിഫൈനിങ് എന്ന പ്രക്രിയയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ആസിഡും ഏത് തന്നെ? ഇതേ H2SO4. ഇവിടെ പറഞ്ഞത് വാഹനങ്ങളിലെ ബാറ്ററി ഉപയോഗിക്കുന്ന ആസിഡ് H2SO4, ഓയിൽ റിഫൈനിങ് എണ്ണകളെ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് H2SO4. ഒന്നുകൂടെ ഫോക്കസ് ചെയ്യാം. H2SO4 ആണ്, സൾഫ്യൂരിക് ആസിഡ് ആണ്, നിർമ്മാണ പ്രക്രിയയാണ് ഏത്? കോണ്ടാക്ട് പ്രോസസ്സ് അല്ലെങ്കിൽ സമ്പർക്ക പ്രക്രിയ. പിതാവാണ് ആര്? പെരിഗ്രിൻ ഫിലിപ്സ് ആണ്. ഓയിൽ ഓഫ് വിട്രിയോൾ ആണ്. കിങ് ഓഫ് ആസിഡ്സ് ആണ്. കിങ് ഓഫ് കെമിക്കൽസ് ആണ്. വെഹിക്കിൾ ബാറ്ററി ആണ്. ഓയിൽ റിഫൈനിങ് ആണ്. ഓക്കെയാണ്, കുഴപ്പമില്ല, കിട്ടി. ഓക്കെയാണ്. അപ്പോൾ ഒന്നുകൂടെ H2SO4 നിർമ്മാണ പ്രക്രിയ കോണ്ടാക്ട് അല്ലെങ്കിൽ സമ്പർക്കം, ഫാദർ പെരിഗ്രിൻ ഫിലിപ്സ്, ഓയിൽ ഓഫ് വിട്രിയോൾ, കിങ് ഓഫ് ആസിഡ്, കിങ് ഓഫ് കെമിക്കൽസ്, വെഹിക്കിൾ ബാറ്ററി, ഓയിൽ റിഫൈനിങ്. ഒരു പോയിന്റും കൂടെ നമുക്ക് മറ്റൊരു വാക്കാണ് സൂപ്പർ ആസിഡ്. നിങ്ങൾ കണ്ട ഒരു വാക്കായിരിക്കും. ഒരു സൾഫ്യൂരിക് ആസിഡുമായിട്ട് നമുക്ക് ബന്ധമുള്ളൊരു വാക്കാണ് സൂപ്പർ ആസിഡ്. ബോർഡിലേക്ക് നോക്കാം. എന്താണ് ഈ സൂപ്പർ ആസിഡ്? സൂപ്പർ ആസിഡ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഈ സൂപ്പർ ആസിഡ് എന്ന വാക്കിന്റെ അർത്ഥം? സൂപ്പർ ആസിഡ് എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു നമ്മൾ കെമിക്കൽ ലാബിൽ പലപ്പോഴും 2-3 ആസിഡുകളെ മിക്സ് ചെയ്യാം. ഇങ്ങനെ 2-3 ആസിഡുകളെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് സൾഫ്യൂരിക് ആസിഡിനേക്കാൾ 100% വീര്യം കൂടുവാണെങ്കിൽ അവരെ വിളിക്കുന്ന പേരാണ് ഇത് സൂപ്പർ ആസിഡ്. നമ്മൾ ലാബിൽ പലപ്പോഴും 2-3 ആസിഡുകളെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് H2SO4 പവർ കൂടും. ഇങ്ങനെ പവർ കൂടുവാണെങ്കിൽ അവരെ ഒരു കോമൺ നെയിമായി പറയുന്ന പേരാണ് സൂപ്പർ ആസിഡ്. അപ്പൊ നിങ്ങൾ കെമിസ്ട്രിയിൽ എവിടെയെങ്കിലും സൂപ്പർ ആസിഡ് എന്നൊരു വാക്കിനെ കണ്ടാൽ ആലോചിക്കാം. സൂപ്പർ ആസിഡ് എന്നൊരു വാക്കിനെ കണ്ടാൽ നിങ്ങൾ അപ്പോഴേ മനസ്സിലാക്കാം സൂപ്പർ ആസിഡ് എന്ന് വെച്ചാൽ എന്താണ്. സൂപ്പർ ആസിഡ് എന്ന് വെച്ചാൽ ഏതെങ്കിലും ആസിഡുകൾക്ക് H2SO4 പവർ വീര്യം കൂടുവാണെങ്കിൽ ഇങ്ങനെയുള്ള ആസിഡുകളെ നമ്മൾ ലാബുകളിൽ വിളിക്കുന്ന പേരാണ് ഇത്. വീര്യം എന്ന് വെച്ചാൽ എടുത്ത് പറയുന്നുണ്ട് 100%. കാരണം ഇയാൾ ആരാണ്? H2SO4 കിങ് ആണ്, കിങ് ഓഫ് ആസിഡ് ആണ്. അപ്പൊ കിങ്ങിനെ കാട്ടി പവർ കൂടുവാണെങ്കിൽ, അത് റെയർ കേസ് ആണ്, അപൂർവമായി സംഭവിക്കുന്ന പ്രതിഭാസമാണ്, റെയർ കേസ് ആണ്. കിങ്ങിനെ കാട്ടി വീര്യം, രാജാവാണ്. കിങ് ഓഫ് ആസിഡ് ആണെങ്കിൽ H2SO4. കിങ്ങിനെ കാട്ടി വീര്യം കൂടുവാണെങ്കിൽ അവരെ വിളിക്കുന്ന പേര്, കിങ്ങിനെ കാട്ടി 100% വീര്യം കൂടുവാണെങ്കിൽ അവരെ വിളിക്കുന്ന പേരാണ് ഇത് സൂപ്പർ ആസിഡ്. ഇനി വീണ്ടും സൂപ്പർ ആസിഡുകൾക്ക് എക്സാമ്പിൾ ചോദിക്കുവാണെങ്കിൽ ഏറ്റവും ഫേമസ് ആണ് ഒന്ന് ഫ്ലൂറോ ആന്റിമണിക് ആസിഡ്, വളരെ ഫേമസ് ആണ്. ഒന്ന് ഫ്ലൂറോ ആന്റിമണിക് ആസിഡ്, 2 ഹൈഡ്രോഫ്ലൂറിക് ആസിഡ്. ഫ്ലൂറോ ആന്റിമണിക് ആസിഡ്, അതുപോലെ തന്നെ നമുക്ക് പറയാം ഹൈഡ്രോഫ്ലൂറിക് ആസിഡ്. അവിടെ വീണ്ടും അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ട്. ഫ്ലൂറോ ആന്റിമണിക് ആസിഡിന്റെ അവിടുത്തെ ക്വസ്റ്റ്യൻ സ്ട്രോങ്ങസ്റ്റ് ആസിഡ് ഇൻ വേൾഡ്. നമ്മുടെ ലോകത്തിലെ ഏറ്റവും വീര്യം കൂടിയ ആസിഡാണ് ഏത്? ഫ്ലൂറോ ആന്റിമണിക് ആസിഡ്. തിരിയരുത്. നിങ്ങളുടെ അടുത്ത് ചോദിക്കുന്ന കിങ് ഓഫ് ആസിഡ്സ്, ആസിഡുകളെ രാജാവ് അല്ലെങ്കിൽ കിങ് ഓഫ് ആസിഡ് എന്നാണെങ്കിൽ ആൻസർ ചെയ്ത് അത് H2SO4 സൾഫ്യൂരിക് ആസിഡ്. അതേസമയം ക്വസ്റ്റ്യൻ മാറി ദെൻ സ്ട്രോങ്ങസ്റ്റ് ആസിഡ് ഇൻ വേൾഡ്, ലോകത്തിലെ ഏറ്റവും വീര്യം കൂടിയ ആസിഡ് ആണ് ചോദിക്കുന്നെങ്കിൽ ആൻസർ ചെയ്ത് ഫ്ലൂറോ ആന്റിമണി. 2 സ്ട്രോങ്ങസ്റ്റ് ആസിഡ് ചോദിക്കുവാണെങ്കിൽ അത് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് സൂപ്പർ ആസിഡ് ആണ് ഫ്ലൂറോ ആന്റിമണിക് ആസിഡ്. അതേസമയം നിങ്ങളുടെ കിങ് ഓഫ് ആസിഡ് ആണ് ചോദിക്കുന്നെങ്കിൽ ആൻസർ ചെയ്ത് H2SO4. വീണ്ടും ഒരു ക്വസ്റ്റ്യനും കൂടെ. ദെൻ അവിടെ ഒരു ഹൈഡ്രോഫ്ലൂറിക് ആസിഡ് ഉണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്. ദെൻ ഹൈഡ്രോഫ്ലൂറിക് ആസിഡിന്റെ ക്വസ്റ്റ്യൻ ഞാൻ മേലേക്ക് എഴുതാം. ഇതാണ് ഹൈഡ്രോഫ്ലൂറിക് ആസിഡിന്റെ ക്വസ്റ്റ്യൻ. ഗ്ലാസ് ഡിസോൾവിങ് ആസിഡ്. ഗ്ലാസിനെ ഇട്ട് കൊടുത്താൽ അലിഞ്ഞു പോകുന്ന ആസിഡാണ് ഇത് ഹൈഡ്രോഫ്ലൂറിക് ആസിഡ്. ഗ്ലാസിനെ ഇട്ട് കൊടുത്താൽ അലിഞ്ഞു പോകുന്ന ആസിഡാണ് ഇത് ഹൈഡ്രോഫ്ലൂറിക് ആസിഡ്. അപ്പൊ നമ്മൾ പറഞ്ഞു തുടങ്ങി എവിടേക്കായിരുന്നു? ആദ്യം പറഞ്ഞു എന്താണ് സൂപ്പർ ആസിഡ്. നമ്മൾ കെമിക്കൽ ലാബിൽ പലപ്പോഴും കെമിക്കൽ ലാബിൽ നമ്മൾ 2-3 ആസിഡുകളെ മിക്സ് ചെയ്യുന്ന സമയത്ത് അവർക്ക് H2SO4 പവർ 100% വീര്യം കൂടുവാണെങ്കിൽ അവരെ വിളിക്കുന്ന പേരാണ് ഇത് സൂപ്പർ ആസിഡ്. സൂപ്പർ ആസിഡിന്റെ എക്സാമ്പിൾ ആണ് ഫ്ലൂറോ ആന്റിമണിക് ആസിഡും ഹൈഡ്രോഫ്ലൂറിക് ആസിഡും.
ഫ്ലൂറോ ആന്റിമണിക് ആസിഡും ഹൈഡ്രോഫ്ലൂറിക് ആസിഡും. അവിടെ വീണ്ടും നമ്മൾ പറഞ്ഞു ഈ ഫ്ലൂറോ ആന്റിമണിക് ആസിഡ് ആണ് സ്ട്രോങ്ങസ്റ്റ് ആസിഡ് ഇൻ വേൾഡ്. ലോകത്തിലെ ഏറ്റവും പവർ കൂടിയ ആസിഡാണ്, സ്ട്രോങ്ങസ്റ്റ് ആസിഡ് ഇൻ വേൾഡ് ആണ് ഏത്? ഫ്ലൂറോ ആന്റിമണിക് ആസിഡ്. എന്നാൽ കിങ് ഓഫ് ആസിഡ് ആണെങ്കിൽ ഏത്? H2SO4. അതേസമയം ഹൈഡ്രോഫ്ലൂറിക് ആസിഡിന്റെ ക്വസ്റ്റ്യൻ പറഞ്ഞു ഗ്ലാസ് ഡിസോൾവിങ് ആസിഡ്, ഗ്ലാസുകളെ ഇട്ടുകൊടുത്താൽ അലിഞ്ഞു പോകുന്ന ഡിസോൾവിങ് ആസിഡ് ആണ് ഏത്? ഹൈഡ്രോഫ്ലൂറിക് ആസിഡ്. ഓക്കെ, റൈറ്റ്. ഓക്കെയാണ്, കഴിഞ്ഞു. H2SO4 എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ രണ്ടാമത്തെ ആസിഡിനെ പറ്റി പരിചയപ്പെടാം. രണ്ടാമത്തെ ആസിഡ് നമുക്ക് നോക്കാം HCl. നമുക്ക് നോക്കാം ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലെങ്കിൽ HCl. ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലെങ്കിൽ നമുക്ക് നോക്കാം HCl. ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലെങ്കിൽ നമുക്ക് നോക്കാം HCl. ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ആദ്യം ഒരു ക്വസ്റ്റ്യൻ ആണ്, ഫാദർ ഓഫ് HCl, ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ പിതാവ് ആര്? ജാബിർ ഇബൻ ഹയാൻ. ഫാദർ ഓഫ് HCl ആണ്. സ്പെല്ലിംഗ് ബോർഡിൽ ജാബിർ ഇബൻ ഹയാൻ ആണ് നമ്മുടെ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ പിതാവ്. ആരാണ്? ജാബിർ ഇബൻ ഹയാൻ. റൈറ്റ്, കിട്ടിയായിരുന്നു. രണ്ട്, പ്രസന്റ് ഇൻ ഡൈജസ്റ്റീവ് ജ്യൂസ്. ഡൈജസ്റ്റീവ് ജ്യൂസുകളിൽ കാണപ്പെടുന്ന ആസിഡ്. പ്രസന്റ് ഇൻ ഡൈജസ്റ്റീവ് ജ്യൂസുകളിൽ കാണപ്പെടുന്ന ആസിഡ് ആണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഒന്ന് വിളിപ്പേരുണ്ട്. ഇറ്റ് ഓൾസോ നോൺ ആസ് മ്യൂരിയാറ്റിക് ആസിഡ്. സ്പെല്ലിംഗ് നോക്കിക്കോണേ. ഇറ്റ് ഓൾസോ നോൺ ആസ് മ്യൂരിയാറ്റിക് ആസിഡ്. ഇറ്റ് ഓൾസോ നോൺ ആസ് മ്യൂരിയാറ്റിക് ആസിഡ്. ഇതിനെ തന്നെയാണ് നമ്മൾ സ്പെല്ലിംഗ് ബോർഡിൽ MURIATIC, മ്യൂരിയാറ്റിക് ആസിഡ്. ഇറ്റ് ഓൾസോ നോൺ ആസ് മറ്റൊരു വിളിപ്പേരുണ്ട് സ്പിരിറ്റ് ഓഫ് സാൾട്ട്. അപ്പം പറയാം, ഒന്ന് മ്യൂരിയാറ്റിക് ആസിഡ്, മറ്റൊരു വിളിപ്പേരാണ് ഇറ്റ് ഓൾസോ നോൺ ആസ് സ്പിരിറ്റ് ഓഫ് സാൾട്ട്. ഇതിനെ തന്നെയാണ് സ്പിരിറ്റ് ഓഫ് സാൾട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. രണ്ട് ക്വസ്റ്റ്യൻ ആണ്, ഒന്ന് മ്യൂരിയാറ്റിക് ആസിഡ്, രണ്ട് സ്പിരിറ്റ് ഓഫ് സാൾട്ട്. അപ്പൊ എങ്ങനെ? ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്, പിതാവ് ജാബിർ ഇബൻ ഹയാൻ, ഡൈജസ്റ്റീവ് ജ്യൂസിൽ കാണപ്പെടുന്ന ആസിഡ് മ്യൂരിയാറ്റിക് ആസിഡ്, സ്പിരിറ്റ് ഓഫ് സാൾട്ട്. പേരുകൾ ശ്രദ്ധിക്കുക, മ്യൂരിയാറ്റിക് ആസിഡും സ്പിരിറ്റ് ഓഫ് സാൾട്ടും ആണ്. അതേസമയം നമ്മൾ കഴിഞ്ഞ H2SO4 പറഞ്ഞ വിളിപ്പേരുകളാണ് മിക്കവാറും ഡിഗ്രിക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ പറഞ്ഞ ഏതായിരുന്നു? കിങ് ഓഫ് ആസിഡ്സ്, കിങ് ഓഫ് കെമിക്കൽസ്, ഓയിൽ ഓഫ് വിട്രിയോൾ. ഇവിടെ പറഞ്ഞ ഏതൊക്കെയാ? മ്യൂരിയാറ്റിക് ആസിഡ്, സ്പിരിറ്റ് ഓഫ് സാൾട്ട്. കഴിഞ്ഞില്ല. ഇനി നമുക്ക് പറയാൻ ക്വസ്റ്റ്യൻസ്. PVC പൈപ്പ് നിർമ്മാണം. ആസിഡ് യൂസിങ് ഫോർ PVC പൈപ്പ് മേക്കിംഗ്. PVC പൈപ്പുകൾ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ആസിഡ് HCl. നമുക്ക് വീണ്ടും പറയാം, മറ്റൊരു ക്വസ്റ്റ്യൻ പറയാം. ആസിഡ് യൂസിങ് ഇൻ ലെതർ ഇൻഡസ്ട്രി. നമ്മുടെ ചെരുപ്പില്ലേ, ചെരുപ്പ്, ബാഗ്, ചെരുപ്പുകളുടെ നിർമ്മാണം, ബാഗുകളുടെ നിർമ്മാണം തുടങ്ങിയ ആവശ്യം ലെതർ ഇൻഡസ്ട്രി. ആസിഡ് യൂസ്ഡ് ഇൻ ലെതർ ഇൻഡസ്ട്രി. ചെരുപ്പ്, ബാഗ് തുടങ്ങിയവയുടെ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ആസിഡാണ് ഏത്? HCl. ആസിഡ് വിച്ച് ഹാവ് നോ ഓക്സിജൻ. ഇതാണ് ലാസ്റ്റിലത്തെയാണ് ഏറ്റവും വിലപ്പെട്ട ക്വസ്റ്റ്യൻ. ഇതാണ് നമ്മുടെ ഒരു ആവർത്തന ക്വസ്റ്റ്യൻ. ആസിഡിന്റെ ഓക്സിജന്റെ പ്രസൻസ് ഇല്ലാത്ത ഒരേ ഒരു ആസിഡാണ് ഏത്? HCl. ആസിഡ് വിച്ച് ഹാവ് നോ ഓക്സിജൻ, ഓക്സിജന്റെ പ്രസൻസ് ഇല്ലാത്ത ഒരേ ഒരു ആസിഡാണ് ഏത്? HCl. അപ്പോൾ HClന്റെ എല്ലാ ക്വസ്റ്റ്യൻസും അവിടെ കഴിയുന്നു. ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്, അതിന്റെ പിതാവാര്? ജാബിർ ഇബൻ ഹയാൻ. ഡൈജസ്റ്റീവ് ജ്യൂസിൽ കാണപ്പെടുന്ന ആസിഡാണ് HCl. മ്യൂരിയാറ്റിക് ആസിഡ് എന്ന വിളിപ്പേര്. ഇതായിരുന്നു ക്വസ്റ്റ്യൻ. 2014 LDC. 2014 LD ക്വസ്റ്റ്യൻ ആണ് ഇതാ. 2014 LD ക്വസ്റ്റ്യൻ ട്രിവാൻഡ്രം. 2014 LD തിരുവനന്തപുരം ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദി ആസിഡ് ഈസ് നോൺ ആസ് മ്യൂരിയാറ്റിക് ആസിഡ്. മ്യൂരിയാറ്റിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആസിഡ് ഏത്? വീണ്ടും അടുത്ത ക്വസ്റ്റ്യൻ. സ്പിരിറ്റ് ഓഫ് സാൾട്ട്, PVC പൈപ്പ് മേക്കിംഗ്, ലെതർ ഇൻഡസ്ട്രി. ലെതർ മീൻസ് ചെരുപ്പുകളുടെ നിർമ്മാണം, ബാഗുകളുടെ നിർമ്മാണം. അതുപോലെ തന്നെ ആസിഡ് വിച്ച് ഹാവ് നോ ഓക്സിജൻ, ഓക്സിജന്റെ പ്രസൻസ് ഇല്ലാത്ത ഒരേ ഒരു ആസിഡാണ് ഏത്? HCl. കഴിഞ്ഞു. അപ്പൊ അതിന്റെ എല്ലാ പോയിന്റും കഴിഞ്ഞു. നമുക്ക് വീണ്ടും അടുത്ത പറയാം. നൈട്രിക് ആസിഡ് ആണ്, ഇക്വേഷൻ ബോർഡിലുണ്ട് HNO3. നൈട്രിക് ആസിഡ് ആണ്, ഇക്വേഷൻ ബോർഡിലുണ്ട് HNO3 ആണ്. ആദ്യ ക്വസ്റ്റ്യൻ വീണ്ടും ഫാദർ ഓഫ് നൈട്രിക് ആസിഡ്. ഫാദർ ഓഫ് നൈട്രിക് ആസിഡ്. നൈട്രിക് ആസിഡിന്റെ പിതാവാണ് ജാബിർ ഇബൻ ഹയാൻ. ഫാദർ ഓഫ് നൈട്രിക് ആസിഡ്, നൈട്രിക് ആസിഡിന്റെ പിതാവാണ് ജാബിർ ഇബൻ ഹയാൻ. നേരത്തെ പറഞ്ഞ ജാബിർ ഇബൻ ഹയാൻ. ഓക്കെയാണ്. രണ്ട്, ഇതിന്റെ നിർമ്മാണ പ്രക്രിയയാണ് ഓസ്റ്റുവാൾഡ്. ഓസ്റ്റുവാൾഡ് പ്രോസസ് ആണ്, നിർമ്മാണ പ്രക്രിയയാണ് ഓസ്റ്റുവാൾഡ് പ്രോസസ്. നിർമ്മാണ പ്രക്രിയ ഓസ്റ്റുവാൾഡ് പ്രോസസ്. കിട്ടിയായിരുന്നോ? നെക്സ്റ്റ് അപ്പം ജാബിർ ഇബൻ ഹയാൻ പിതാവ്, നിർമ്മാണ പ്രക്രിയ ഓസ്റ്റുവാൾഡ് പ്രോസസ് ആണ്. മറ്റൊരു വിളിപ്പേരുണ്ട് സ്പിരിറ്റ് ഓഫ് നൈറ്റർ. ഇതിനെ തന്നെ വിളിപ്പേര് വീണ്ടും സ്പിരിറ്റ് ഓഫ് നൈറ്റർ ആണ്. സ്പിരിറ്റ് ഓഫ് നൈറ്റർ എന്ന് വിളിക്കുന്നു. ഇറ്റ് ഓൾസോ നോൺ ആസ് അക്വാ ഫോർട്ടിസ്. ഇതിനെ തന്നെയാണ് നമ്മൾ അക്വാ ഫോർട്ടിസ്. തിരിയരുത്, അക്വാ റീജിയ ഉണ്ട്.
എന്താണ് അക്വ റീജിയ? അക്വ റീജിയ ഉണ്ട്. അപ്പോൾ അക്വ റീജിയയും അക്വ ഫോർട്ടിസും പരസ്പരം തിരിയരുത്. അക്വ റീജിയ എന്താണ്? അക്വ റീജിയ എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഗോൾഡ് ഡിസോൾവിങ് ലിക്വിഡ്. സ്വർണ്ണം ഇട്ട് കൊടുത്താൽ അലിഞ്ഞു പോകുന്ന ലായനിയാണ് ഇത് അക്വ റീജിയ. ഇത് അക്വ ഫോർട്ടിസ്. ഇപ്പൊ അക്വ ഫോർട്ടിസ് എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ക്യാരക്ടറാണ്. ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ ജലത്തെ പോലെ തോന്നിക്കാം, എന്നാൽ ജലത്തിന്റെ ക്യാരക്ടർ ഒന്നും കാണിക്കില്ല. ദിസ് പ്രോപ്പർട്ടി ഈസ് കോൾഡ് അക്വ ഫോർട്ടിസ്. അപ്പം ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ ജലത്തെ പോലെ തോന്നിക്കാം, എന്നാൽ ജലത്തിന്റെ ക്യാരക്ടർ ഒന്നും കാണിക്കില്ല. ഇങ്ങനെയുള്ള ആൾക്കാരെ വിളിക്കാം, നമുക്ക് ഇങ്ങനെയുള്ള സൊല്യൂഷൻസിനെ വിളിക്കാം അക്വ ഫോർട്ടിസ്. ഇങ്ങനെ ഒറ്റ നോട്ടത്തിൽ ജലത്തെ പോലെ തോന്നുകയും എന്നാൽ ജലത്തിന്റെ ക്യാരക്ടർ ഒന്നും കാണിക്കില്ല, ഇങ്ങനെയുള്ള ക്യാരക്ടർ, ഇതാണ് അക്വ ഫോർട്ടിസ് ക്യാരക്ടർ. അപ്പം ഈ അക്വ ഫോർട്ടിസ് ക്യാരക്ടർ കാണിക്കുന്ന ഒരേ ഒരു ആസിഡാണ് ഏത്? നൈട്രിക് ആസിഡ് അല്ലെങ്കിൽ HNO3. ഓക്കെയാണോ? ഓക്കെയാണ്. കഴിഞ്ഞില്ല. ഇനി നമുക്കൊരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ടാ. ഏതൊക്കെയാണ്? നൈട്രിക് ആസിഡ്, HNO3, ജാബ്-റിബൻ ഹയാൻ, ഓസ്റ്റ്വാൾ പ്രോസസ്, സ്പിരിറ്റ് ഓഫ് നൈറ്റർ, അക്വ ഫോർട്ടിസ്. ഇനിയൊരു ക്വസ്റ്റ്യൻ ഇതാണ്. fumes producing when contact with air. Acid which have fumes producing when contact with air. When contact with air എപ്പോഴാണോ എയറുമായിട്ട്, ആസിഡ് വിച്ച് ഹാവ് ഫ്യൂംസ് പ്രൊഡ്യൂസിങ് വെൻ കോണ്ടാക്ട് വിത്ത് എയർ, എപ്പോഴാണോ എയറുമായിട്ട് കോണ്ടാക്ട് വരുന്നത് അപ്പോഴും പുക, ഫ്യൂംസ്. അതായത് മലയാളത്തിൽ പറഞ്ഞാൽ വായുവിൽ കത്തുന്ന ആസിഡ്. എങ്ങനെ? വായുവിൽ കത്തുന്ന ആസിഡ്. നമ്മൾ പലപ്പോഴും പല സിനിമയിലും കണ്ടിട്ടുണ്ട്, കെമിക്കൽ ലാബുകൾ കണ്ടിട്ടുണ്ട്. ഒരു കുപ്പിയിൽ ഒരു സൊല്യൂഷൻ, ഒരു കുപ്പിയിൽ ഇങ്ങനെ ഒരു ആസിഡ് ഇങ്ങനെ തുറന്നു വെച്ചേക്കാണ്. ഒരു കുപ്പിക്കകത്ത് നമ്മളിങ്ങനെ ഒരു ആസിഡ് ഇങ്ങനെ തുറന്നു വെച്ചേക്കാണ്. അപ്പൊ ആസിഡ് തുറന്ന്, ഇപ്പൊ HNO3 ആണ്, കുപ്പിയിൽ ഇങ്ങനെ ആസിഡ് ഇങ്ങനെ തുറന്നു വെച്ചേക്കാണ്. അപ്പൊ അതിൽ നിന്ന് ഇങ്ങനെ പുക പൊയ്ക്കൊണ്ടേയിരിക്കും വെളിയിലോട്ട്. അപ്പം ആണ് വായുവിൽ തുറന്നു വെച്ചാൽ പുകയുന്ന ആസിഡ്, അല്ലെങ്കിൽ വായുമായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ പുകയുന്ന ആസിഡാണ് ഏത്? നൈട്രിക് ആസിഡ്. ഫ്യൂംസ് പ്രൊഡ്യൂസിങ് വെൻ കോണ്ടാക്ട് വിത്ത് എയർ, മലയാളത്തിൽ വായുവിൽ പുകയുന്ന ആസിഡ്. നോക്കാം. HNO3 അല്ലെങ്കിൽ നൈട്രിക് ആസിഡ് ആണ്. പിതാവ് ജാബിർ ഇബൻ ഹയാൻ. ഓസ്റ്റ്വാൾ പ്രക്രിയയാണ് നിർമ്മാണ പ്രക്രിയ. സ്പിരിറ്റ് ഓഫ് നൈറ്റർ, അതുപോലെ തന്നെ അക്വ ഫോർട്ടിസ്. ഓക്കെ, അതുപോലെ തന്നെ ഫ്യൂംസ് പ്രൊഡ്യൂസിങ് വെൻ കോണ്ടാക്ട് വിത്ത് എയർ, വായുവിൽ പുകയുന്ന ആസിഡ്. റൈറ്റ്. അപ്പോൾ അതും കഴിഞ്ഞു, HNO3 കഴിഞ്ഞു. അപ്പോൾ നമ്മൾ 3 പേരെ കഴിഞ്ഞു. H2SO4 കഴിഞ്ഞു, HNO3 കഴിഞ്ഞു, HCl കഴിഞ്ഞു. ഒന്നുകൂടെ അസറ്റിക് ആസിഡ്. ബോഡിയിലുണ്ട് അസറ്റിക് ആസിഡ് അല്ലെങ്കിൽ ഇക്വേഷൻ ബോഡിയിലുണ്ട് CH3COOH. അസറ്റിക് ആസിഡ് അല്ലെങ്കിൽ ഇക്വേഷൻ CH3COOH ആണ്. ആദ്യ ക്വസ്റ്റ്യൻ, ഫാദർ ഓഫ് അസറ്റിക് ആസിഡിന്റെ പിതാവാര്? അസറ്റിക് പിതാവാര്? ജാബിർ ഇബൻ ഹയാൻ. ഫാദർ ഓഫ് അസറ്റിക് ആസിഡിന്റെ പിതാവാര്? ജാബിർ ഇബൻ ഹയാൻ. 2, ഫസ്റ്റ് ഡിസ്കവേർഡ് ആസിഡ് ഇൻ വേൾഡ്. ലോകത്തിൽ ആദ്യമായി കണ്ടുപിടിച്ച ആസിഡാണ് ഇത് അസറ്റിക് ആസിഡ്. നെക്സ്റ്റ്, ഓൾഡസ്റ്റ് ആസിഡ് ഇൻ വേൾഡ്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ആസിഡാണ് ഇത് അസറ്റിക് ആസിഡ്. ഓൾഡസ്റ്റ് ആസിഡ് ഇൻ വേൾഡ്, ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ആസിഡാണ് അസറ്റിക് ആസിഡ്. കഴിഞ്ഞില്ല, ഒരു ക്വസ്റ്റ്യനും കൂടെ. ആസിഡ് പ്രസന്റ് ഇൻ വിനാഗിരി. വിനാഗിരിയിൽ കാണപ്പെടുന്ന ആസിഡാണ് ഏത്? അസറ്റിക് ആസിഡ്. എങ്ങനെ? ഓക്കെയാണ്. അസറ്റിക് ആസിഡ് അല്ലെങ്കിൽ ഇക്വേഷൻ ഏത്? CH3COOH ആണ് ഇക്വേഷൻ. ജാബിർ ഇബൻ ഹയാൻ ആണ്. അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ പഠിക്കും. നമ്മുടെ കെമിസ്ട്രിയിലെ വളരെ വളരെ ഫേമസ് ആയ ഒരു 6 കോൺട്രിബ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന വളരെ ഫേമസ് ആയ ഒരു സയന്റിസ്റ്റ് ആണ് ആര്? ജാബിർ ഇബൻ ഹയാൻ. നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് കുറച്ച് വിശാലമായിട്ട് പഠിക്കുന്നതായിരിക്കും. തൽക്കാലം ഇപ്പോൾ ഇവിടെ നോക്കുക. അസറ്റിക് ആസിഡ് ആണ്, CH3COOH ആണ്. പിതാവ് ജാബിർ ഇബൻ ഹയാൻ ആണ്. ഫസ്റ്റ് ഡിസ്കവേർഡ് ആസിഡ് ഇൻ വേൾഡ്. ലോകത്തിൽ ആദ്യമായി കണ്ടുപിടിച്ച ആസിഡാണ് ഏത്? അസറ്റിക് ആസിഡ്. ഓൾഡസ്റ്റ് ആസിഡ് ഇൻ വേൾഡ്. ലോകത്തിൽ ഏറ്റവും പഴക്കം ചെന്ന ആസിഡാണ് ഏത്? അസറ്റിക് ആസിഡ്. ആസിഡ് പ്രസന്റ് ഇൻ വിനാഗർ. നമ്മുടെ വിനാഗിരിയിൽ കാണപ്പെടുന്ന ആസിഡാണ് ഏത്? അതിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ കമ്പനി ബോർഡിന്റെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. നമ്മുടെ കമ്പനി ബോർഡിന് ഇവിടുന്ന് ക്വസ്റ്റ്യൻ ഉള്ളതായി തോന്നുന്നു. വിനാഗിരിയിൽ കാണപ്പെടുന്ന ആസിഡ്, ഇങ്ങനെ എന്തോ ഒരു ക്വസ്റ്റ്യൻ കമ്പനി ബോർഡിന് കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട്. ദെൻ ആസിഡ് പ്രസന്റ് ഇൻ, ഇത് ഈ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു ഈ 2018 ഏതോ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചാണ്. എനിക്ക് കമ്പനി ബോർഡ് ആണെന്ന് തോന്നുന്നു, കൃത്യമായി ഉറപ്പില്ല, ഒന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ. അപ്പം ആസിഡ് പ്രസന്റ് ഇൻ വിനാഗിരിയിൽ കാണപ്പെടുന്ന ആസിഡാണ് ഏത്? അസറ്റിക് ആസിഡ്. അപ്പം 4
അസിറ്റിക് ആസിഡ് ഇക്വേഷൻ CH3COH, ജാബിറബൻ ഹയാൻ, ഫസ്റ്റ് ഡിസ്കവർ ആസിഡ് ഇൻ വേൾഡ്, ഓൾഡസ്റ്റ് ആസിഡ് ഇൻ വേൾഡ്, ആസിഡ് പ്രസന്റ് ഇൻ വിനാഗർ. നമ്മൾ ഇന്ന് പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ ആസിഡ് ആണ് നമ്മൾ ആരംഭിച്ചത്. അവിടുന്ന് ചോദിക്കാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടു. പഠിച്ചിരിക്കുന്ന ആസിഡുകൾ ഏതൊക്കെയാണ്? H2SO4 കുറിച്ച് പഠിച്ചു, HCl കുറിച്ച് പഠിച്ചു, നൈട്രിക് ആസിഡ് NH3 കുറിച്ച് പഠിച്ചു, അസറ്റിക് ആസിഡിനെ കുറിച്ചും പഠിച്ചു. ബാക്കി നമുക്ക് വരുന്ന ക്ലാസ്സുകളിലേക്ക് നോക്കാം. ഇന്ന് പഠിപ്പിച്ച അത്രയും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.